ഹായ് എവരിവൺ. കാട്ടാളൻ എന്ന സിനിമ വളരെ വലിയ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി പോൾ ജോർജ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തിറങ്ങിയ ചിത്രമാണ് കാട്ടാളൻ. റിലീസിന് മുൻപ് ചിത്രത്തിന് വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വലിയ ഹൈപ്പ് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഈ ചിത്രത്തിനുണ്ടായിരുന്നു. എന്നാൽ റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ വളരെ മോശമുള്ളതായിരുന്നു. വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിൽ എല്ലാവിധ ക്രമീകരണങ്ങളും വളരെ കൃത്യമായിരുന്നുവെന്നും അവരുടെ മേക്കിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും കണ്ടവരെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞു. എനിക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്ക്രിപ്റ്റ് മോശമായാൽ സിനിമയിലെ ഏത് മേഖലകൾക്കും ഒരു സിനിമയെ രക്ഷിക്കാനാവില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കാട്ടാളൻ എന്ന സിനിമ. കേരളത്തിൽ ഫസ്റ്റ് ഡേ 5 കോടിക്ക് അടുത്തായിരുന്നു കാട്ടാളന്റെ കളക്ഷൻ ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ കാട്ടാളൻ എത്രമാത്രം ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു ചിത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ വളരെയധികം ടിക്കറ്റുകളുടെ കുതിപ്പ് നിലച്ചിരിക്കുകയാണ്. ആന്റണി വർഗീസ് പെപ്പയ്ക്ക് RDXന് ശേഷം കിട്ടുന്ന ഒരു വലിയ തിരിച്ചുവരവായിരിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം മങ്ങിപ്പോയി. അധികം വൈകാതെ തന്നെ പെപ്പയ്ക്ക് വളരെ നല്ലൊരു മികച്ച സിനിമയുമായി കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പടത്തിൽ ഏറ്റവും മികച്ചതായി ജനങ്ങൾ പറയുന്നത് പടത്തിന്റെ മേക്കിങ്ങും അതുപോലെ ഇതിന്റെ സംഗീത സംവിധായകനായ രവി ബാസ്രൂറിന്റെ മ്യൂസിക്കുമാണ്. എന്നിരുന്നാലും സിനിമയുടെ സ്ക്രിപ്റ്റാണ് സിനിമയുടെ അടിത്തറ. അത് ഏത് സിനിമയും ആയിക്കോട്ടെ, അത് വീണ്ടും കാട്ടാളൻ ഓർമ്മപ്പെടുത്തുന്നു.